ഇന്നിപ്പോൾ ഓൺ വോയിസിൽ വന്നത് നമ്മുടെ ക്ലാസ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരുപാട് പേര് പറയുന്നുണ്ട് കമ്പ്യൂട്ടർ അറിയത്തില്ല, അല്ലെങ്കിൽ ഒരുപാട് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടും മനസ്സിലാവുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമാണ് കമ്പ്യൂട്ടർ പഠിക്കണം, അല്ലെങ്കിൽ അതിനകത്തെ കാര്യങ്ങളൊക്കെ സ്വയമേ ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. കമ്പ്യൂട്ടർ ഞങ്ങൾക്ക് പഠിച്ചേ പറ്റൂ എന്ന ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട്. അതായത് നമ്മളുടെ ഈ ഒരു ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാലേ അതിനകത്തൊരു ബേസിക് ക്ലാസ്സിൽ 20-22 ക്ലാസ് വരും. ശരിക്കും പറഞ്ഞാൽ അത്രയും ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സുകളിലൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കമ്പ്യൂട്ടർ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും എന്നുള്ള ഒരു ഫൗണ്ടേഷൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിനെ സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പറയും പാടാണ്, പ്രയാസമാണെന്നൊക്കെ പറയുന്നത് കാരണം അവർക്ക് അതിൻ്റെ ഒരു ബേസ്, ഒരു ഐഡിയ ഇല്ല, ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ ഇല്ല. അപ്പം നമ്മളുടെ ഈ ഒരു ക്ലാസ്സിനകത്ത് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ബേസ് കിട്ടും ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ആ ഒരു കോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ പഠിച്ചിരിക്കുക എന്നുള്ളത് ഞാൻ തരുന്ന ഉറപ്പാണ്, അത് എൻ്റെ ഒരു ഉറപ്പാണ്. അങ്ങനെ ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, അതിനകത്തൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പോയി പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ MS ഓഫീസ് എടുത്തു അല്ലെങ്കിൽ മറ്റൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കാം കവർ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ടോപ്പിക്സ് കംപ്ലീറ്റ് അതിനകത്ത് വരണമെന്നില്ല. കാരണം ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്ത ടോപ്പിക്കാണ്. അതായത് ഞാൻ കമ്പ്യൂട്ടർ പഠിക്കേണ്ട സമയത്ത് എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല ഇതെന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ നമ്മളിതൊക്കെ പഠിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ലാപ്ടോപ്പ് മേടിച്ചു, അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പഠിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത്രയും സിമ്പിളാണല്ലോ ഈ കാര്യം. അപ്പോൾ സിമ്പിളായിട്ടും ഈ കാര്യം എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നാണ് പിന്നെ ഞാൻ ചിന്തിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും നമ്മളുടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതും എല്ലാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു കുറഞ്ഞ ഫീസിൽ മറ്റ് എവിടെ പോയാലും കമ്പ്യൂട്ടർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും നമ്മളൊരു കുറഞ്ഞ ഫീസ് മാത്രമാണ് ആക്കുന്നത്. കാരണം ഉദ്ദേശം ഇത്രയുള്ള എല്ലാവരും കമ്പ്യൂട്ടർ പഠിച്ചിരിക്കണം. അപ്പോൾ എല്ലാവരിലോട്ടും വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ഈ ഒരു ബേസിക് ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള മെത്തേഡിലൂടെ എല്ലാവരെയും കമ്പ്യൂട്ടർ പഠിപ്പിക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. അപ്പോൾ താല്പര്യമുള്ളവരെ ജസ്റ്റ് വാട്സപ്പ് കൊടുത്തിരിക്കാം, അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ നമ്മളുടെ ക്ലാസ്സിനെ പറ്റി പറയാൻ വേറെ ഒന്നുമില്ല. വാട്സപ്പ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ആവുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ജോയിൻ ആയിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയാറില്ല, അങ്ങനെ പറയത്തുമില്ല. കാരണം പക്ഷേ കമ്പ്യൂട്ടർ പഠിച്ചിരിക്കണം, അത് മസ്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ ഏത് സെൻറ്ററിൽ പോയി പഠിച്ചാലും എവിടുന്ന് പഠിച്ചാലും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ഇനി ഇത് പഠിക്കാതെ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ എത്രയും പറയാനുള്ളൂ. ടാറ്റാ, ബൈ ബൈ.